നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 339 339. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 4-ാം അധ്യായത്തിലെ 19-ാമത്തെ ശ്ലോകം മുതൽക്കാണ് ഇന്ന് പറയേണ്ടത്. ശ്ലോകം: ന വേദവാദാനനുവർത്തതേ മതി സ്വയേവ ലോകേ രമതോ മഹാമുനേ യഥാഗതിർദൈവമനുഷ്യയോ പൃഥക് സ്വയേവ ധർമ്മേന പരം ചിഭിർസ്ഥിത. ഈ ശ്ലോകത്തിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ സ്വരൂപമായ ലോകത്തിൽ എന്ന് പറഞ്ഞാൽ വിരാട് സ്വരൂപം, ഈ പ്രകൃതിയുടെ സ്വരൂപമാണ് വിരാട്ട് എന്നൊക്കെ പറയാം. അപ്പോൾ ആനന്ദത്തിൽ തന്നെ ഈ ലോകം ആത്മാവിൻ്റെ ഉദ്ദേശശുദ്ധി എന്തിനാ? ആനന്ദിക്കാനുള്ളതാണ്. പക്ഷേ ആത്മാവിന് 2 മറകളുണ്ട്. ഒന്ന് ഈ മായയ്ക്ക് 2 മറകളുണ്ട്. ഒന്ന് ആവരണം, ഒന്ന് ഇളകണുണ്ടോ എന്ന് തോന്നൽ, അങ്ങനെയാണ്. അപ്പോൾ അതില്ല. ആ ഇളക്കും ആവരണം മാറിയാൽ മാത്രമേ ഈ സ്വതസിദ്ധമായ നാരായണ സ്വരൂപം അതൊരു തേജോപുഞ്ചം കൂടിയാണെന്ന് മനസ്സിലാക്കണം. ഒരു തേജസ് രൂപമില്ല. അപ്പോൾ അതാണ് സ്വരൂപമായ ലോകത്തിൽ ആനന്ദത്തിൽ തന്നെ രമിക്കുന്ന മഹാനായ മുനിയുടെ ബുദ്ധി വേദവാദങ്ങളെ അനുസരിക്കുന്നില്ല. വാദങ്ങൾ എവിടെയും പറയാൻ പാടില്ല എന്നാ, തർക്കം പാടില്ല എന്നാ, തർക്കിക്കരുത് ആരോടും ഒന്നിനെ പറ്റിയിട്ടും. എന്നാൽ ദൈവങ്ങളുടെയും മനുഷ്യരുടെയും ഗമനം വെവ്വേറെ എന്നതുപോലെ ദേവന്മാരുടെയും മനുഷ്യരുടെയും ഗമനം ഒരേപോലെയല്ല. ഗമനം വെവ്വേറെ എന്നതുപോലെ സ്വധർമ്മത്തിൽ തന്നെ സ്ഥിതനായിട്ട്, സ്വധർമ്മം എന്ന് പറഞ്ഞാൽ ഈശ്വരോപാസന, അതെങ്ങനെയാണ്? ആത്മാരാമത്വം, ആത്മാവിൽ രമിക്കുക. അപ്പോൾ വേറെ എന്നതുപോലെ സ്വധർമ്മത്തിൽ തന്നെ സ്ഥിതനായിട്ട് അന്യനെ ചലിപ്പിക്കരുത്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥമുണ്ട്, വളരെ കൗതുകം ഉള്ളതാണ്. നോക്കുക: പുത്രിയുടെ ഭർത്താവായ ശിവൻ സദസ്സിൽ എന്നെ മാനിക്കേണ്ടതല്ലയോ, അത് ചെയ്യാതിരുന്നത് കൊണ്ടാണ് ശിവനിന്ദ ചെയ്തത് എന്ന ദക്ഷ പ്രജാപതിയുടെ ന്യായീകരണം ശിവനെ സംബന്ധിച്ചിടത്തോളം എന്നിൽ മാത്രം ദോഷം കണ്ടു എന്നാ. വേറെ ആരും ദോഷമുള്ള ഒരാളായിട്ട് ആർക്ക് കാണാൻ പറ്റിയില്ല ദക്ഷപ്രജാപതിക്ക്. അതിനാൽ എന്നിൽ മാത്രം ദോഷം ആരോപിച്ച് ശരീരത്തെ ഉപേക്ഷിപ്പാനുള്ള പരിശ്രമം യുക്തമല്ല. സതീദേവിയുടെ എന്നുള്ള പക്ഷത്തെ ഉത്ഭാവനം ചെയ്തുകൊണ്ട് അതിനും മറുപടി പറയുന്നു. സ്വരൂപാനന്ദത്തിൽ നിരന്തരം രമിച്ചും അതിനെ തന്നെ മനനം ചെയ്തുകൊണ്ടും ഇരിക്കുന്ന ആത്മാരാമന്മാർ വേദവിധികളെ അനുസരിപ്പാനുള്ള കിങ്കരന്മാരല്ല. അപ്പോൾ വേദവിധികൾ സാധാരണക്കാർക്കുള്ള, ആത്മാരാമത്വം പ്രാപിച്ചവർക്ക് ഇത് ബാധകമല്ല. അത് ഓരോ സ്റ്റേജുണ്ട് മനുഷ്യന്. ആ സ്റ്റേജിൽ കൂടെ യഥാരാജ തഥോ പ്രജ, അതേപോലെ മെല്ലെ മെല്ലെ യഥാസ്ഥിതിക ചിന്താഗതി കൂടെ വേണം മുന്നേറാൻ. പെട്ടെന്ന് മുന്നേറാൻ പറ്റില്ല. അപ്പോൾ ത്രൈഗുണ്യ വിഷയാവേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന. ത്രിഗുണങ്ങളെ ആസ്വദിച്ച് വേദങ്ങൾ നിൽക്കുന്നു. വേദങ്ങൾ എങ്ങനെ നിൽക്കുന്നത്? പ്രകൃതിയുടെ ഗുണങ്ങൾ, അതേതാ? സാത്വികം, രാജസം, താമസം. അപ്പോൾ
എന്നാൽ ആത്മാരാമത്തിലോ അതില്ല. ഒരൊറ്റ ഗുണമേ ഉള്ളൂ, ആനന്ദം, പരമാനന്ദം, ചിന്മയാനന്ദം, അല്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത് ത്രൈഗുണ്യ വിഷയാവേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന. ത്രിഗുണങ്ങളെ ആസ്പദിച്ച് വേദങ്ങൾ നിൽക്കുന്നു. ഹേ അർജുന, ത്രിഗുണാതീതനായി ഭവിക്കുക എന്നുള്ള ഭഗവത് വാക്യം വേദങ്ങൾ ലോകരീതിയെ അനുസരിച്ചിരിക്കുന്നവരെ ക്രമത്തിൽ ആത്മാഭിമുഖന്മാരാക്കുവാനുള്ള അഭ്യാസ പടവുകളാണെന്ന് ധരിപ്പിക്കുന്നു. ത്രിഗുണാതീതമായ ആത്മാനന്ദത്തെ അനുഭവിച്ചിരിക്കുന്ന മഹാജ്ഞാനികൾ വേദവിധികളെ അനുസരിക്കുന്നില്ല. നിസ്ത്രൈഗുണ്യേ പതി വിഹരതാം കോ വിധി കോ നിഷേധ. ത്രിഗുണങ്ങളെ അതിക്രമിച്ചിരിക്കുന്ന ആത്മാനന്ദത്തെ അനുഭവിക്കുന്നവരെക്കുറിച്ച് വിധി നിഷേധ രൂപങ്ങളായ വേദവാക്കുകൾ പ്രവർത്തിക്കുന്നില്ല എന്നാണ് അനുഭവരസികന്മാരായ മഹാത്മാക്കൾ പറഞ്ഞിരിക്കുന്നത്. അനുഭവരസികന്മാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ ഹൂ ഫീൽസ് എവറി ടൈം, എല്ലാ സമയത്തും വേദവാക്കുകൾ കൂടെ നടക്കുക. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഏത് വേദാന്താണെങ്കിലും ശരി. അപ്പോൾ ദേവന്മാർ ആകാശത്തിൽ സഞ്ചരിക്കുന്നു, മനുഷ്യരോ ഭൂമിയിൽ സഞ്ചരിക്കുന്നു. ഇതുപോലെ മഹാന്മാരുടെയും ലൗകികന്മാരുടെയും ഗതി ഭിന്നയാകുന്നു. മഹാന്മാരുടെയും ലൗകികന്മാരുടെയും ഗതി ഭിന്നമാകുന്നു എന്നാണ് പറഞ്ഞത്. സ്വധർമ്മത്തിലിരിക്കുവാൻ അല്ലാതെ പരനെ അധിക്ഷേപിക്കുവാൻ അധികാരമില്ല എന്നുള്ള ന്യായത്തെ അവലംബിച്ചിരിക്കുന്ന മഹാത്മാക്കൾ വേദവിധികളെ നിഷേധിക്കാതെയും അതിനെ അനുസരിക്കുന്നവരെ ചലിപ്പിക്കാതെയും തങ്ങളുടെ സ്ഥാനത്തിലിരിക്കുന്നു. ആരോടും അഭിപ്രായ വ്യത്യാസം ഇല്ല എന്നർത്ഥം. നിങ്ങൾ ചെയ്യണത് ശരിയല്ല എന്ന് പറയാൻ പാടില്ല. അതാണ് ഓരോ ലെവലുണ്ട്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെല്ലുമ്പോൾ മാത്രമേ അതറിയുള്ളൂ. ഇനി 20ാമത്തെ ശ്ലോകം എന്താ പറഞ്ഞത് ശ്രദ്ധിക്കുക. കർമ്മം പ്രവൃത്തം ച നിവൃത്തമപ്യുതം വേദേ വിവിച്യോ ഭയലിംഗമാശ്രിതം വിരോധി തദ്യോഗപദേക കർത്തരി ദ്വയം തഥാ ബ്രഹ്മണി കർമ്മനർച്ചതി. അപ്പോൾ പറയണു, അതിൻ്റെ വാക്കാർത്ഥം പറഞ്ഞത് പ്രവൃത്തിക്കു കാരണമായും നിവൃത്തിക്കു കാരണമായിരിക്കുന്ന കർമ്മം സത്യം വേദത്തിൽ വേർതിരിച്ചിട്ട് രണ്ടുവിധ ലക്ഷണത്തെ അംഗീകരിച്ചിരിക്കുന്നു. അതെങ്ങനെ? ഏകകാലത്തിൽ ഏകത്തെ ചെയ്യുന്നവനിൽ രണ്ട് എങ്ങനെ വിരോധിയോ അതുപോലെ ബ്രഹ്മത്തിൽ കർമ്മം പ്രാപിക്കുന്നില്ല. കർമ്മം നിവൃത്തിയെ പ്രാപിക്കുള്ളൂ, പ്രവൃത്തി പ്രാപിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇനി ഇതിൻ്റെ ഒരു ഭാവാർത്ഥ തലം നോക്കുകയാണെങ്കിൽ സ്വർഗാദി ലോകങ്ങളെ പ്രാപിക്കുവാൻ ഉപകരിക്കുന്ന യാഗാദി കർമ്മങ്ങൾക്ക് പ്രവൃത്തി മാർഗം എന്നും, ശ്രദ്ധിക്കണം, ആ ലോകത്തിൽ ആഗ്രഹം ജനിക്കാതെ ഇരിപ്പാനായി ഭഗവാനിൽ സമർപ്പിച്ചിരിക്കുന്ന കർമ്മങ്ങൾക്ക് നിവൃത്തി മാർഗം എന്നും മാർഗഭേദത്തെ നിശ്ചയിച്ചുകൊണ്ട് രണ്ടുവിധം കർമ്മങ്ങളെയും വേദം അംഗീകരിക്കുന്നു. വേദത്തിന് എന്താണ് പറയുക, ആരെയും മാറ്റി നിർത്തുന്നില്ല. അപ്പോൾ പറയണ്ട, കർമ്മങ്ങളെയും വേദം അംഗീകരിച്ചിരിക്കുന്നു. രണ്ടും സത്യം തന്നെ. അധികാരിയുടെ യോഗ്യതാനുസരണം അനുഷ്ഠിക്കാം. ഓരോരുത്തർക്കും ഓരോ ടെമ്പറുണ്ട്. ആ ടെമ്പറിനനുസരിച്ചിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. പക്ഷെ വേറൊന്ന് തെറ്റാന്ന് നമ്മൾ പറയണ്ട. അപ്പോൾ തൽഫലം സിദ്ധിക്കുകയും ചെയ്യും. ഒരു പുരുഷന് ഒരേ സമയത്ത് രണ്ടുവിധ കർമ്മങ്ങൾ നടത്തുവാൻ സാധിക്കുന്നതല്ല. അതിലേറെ ശരിയാണ്, നടത്തുവാൻ സാധിക്കുന്നതല്ല. വെളിച്ചവും ഇരുട്ടും ഒരു സമയത്ത് ഒരു സ്ഥലത്തിൽ കാണപ്പെടുകയില്ല. വിഷയാസക്തൻ പ്രവൃത്തി മാർഗത്തിലും വിഷയവിരക്തി ആഗ്രഹിക്കുന്നവൻ നിവൃത്തി മാർഗത്തിലും ഇരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം.
സ്വർഗം വേണമെന്ന് വിചാരിക്കണത് പ്രവൃത്തി മാർഗത്തുകൂടെ, സ്വർഗം വേണ്ട മുക്തി മതി എന്ന് വിചാരിക്കണവരെ നിവൃത്തി മാർഗത്തുകൂടെ. അപ്പോൾ അതങ്ങനെ ഒരു നേരം വിളിച്ചാൽ അത് തീരുമാനിക്കാൻ പറ്റുന്നതല്ല. വളരെയധികം കാലം ശ്രദ്ധിച്ച് സ്വാധ്യായങ്ങൾ ചെയ്ത് ജീവിതാനുഭവങ്ങൾ കൂടി തട്ടിക്കൂട്ടി നോക്കിയിട്ടൊക്കെ ഇതിനെ പറ്റിയിട്ട് നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വിരോധമില്ല അതായത് നിവൃത്തി മാർഗത്തിലും ഇരിക്കുന്നതിന് വിരോധമില്ല. വിഷയാസക്തനായിരുന്ന പ്രവൃത്തി മാർഗത്തിൽ പ്രവർത്തിച്ചവൻ തന്നെ മറ്റൊരു കാലത്തിൽ വിഷയവിരക്തനായി വന്നാൽ നിവർത്ത മാർഗത്തെ ആശ്രയിച്ച് കർമ്മം നടത്തുന്നതിനും വിരോധമില്ല. അതാണ് ശരിയായ രീതി. എന്നിട്ട് പറയും, എന്നാൽ അപരോക്ഷാനുഭൂതി നിമിത്തം ബ്രഹ്മമായിരിക്കുന്ന ജ്ഞാനിയിൽ ഒരുവിധമായ കർമ്മവും പ്രവർത്തിക്കുന്നില്ല. ആ മഹാത്മാവ് ബ്രഹ്മമായി തന്നെ ഇരിക്കുന്നു. അതാണ് അഹം ബ്രഹ്മാസ്മി എന്നുള്ള അദ്വൈതം. ബ്രഹ്മവിൽ ബ്രഹ്മൈവ ഭവതി, ബ്രഹ്മവിൽ ബ്രഹ്മൈവ ഭവതി എന്നുള്ള ശ്രുതി പ്രകാരം ആനന്ദഘനീഭൂതമായ ബ്രഹ്മം എങ്ങനെ പ്രവൃത്തി നിവൃത്തി രൂപങ്ങളായ കർമ്മങ്ങളിൽ ഏർപ്പെടും? അത് സാധ്യമല്ല. അതിനാൽ പരമാനന്ദ സ്വരൂപനായ ശ്രീ ശിവൻ കർമാതീതമായ ബ്രഹ്മമാണെന്ന് ഉപദേശിച്ചിരിക്കുന്നു. ഇങ്ങനെ വേണം പഠിക്കാനും പഠിപ്പിക്കാനും. അപ്പോഴാണ് എത്തേണ്ടോടത്ത് എത്തുക. ഇനി 21ാമത്തെ ശ്ലോകം. മാ വപദവ്യ പിതരസ്മദാസ്ഥിത യാ യജ്ഞശാലാസു ന ധൂമവർമ്മഭി തദന്ന തൃപ്തൈരസുഭൃദ്ഭിരീഡിധ അവ്യക്തലിംഗ അവധൂത സേവിത. അപ്പോൾ പിതാവേ, അതായത് ദാക്ഷായണി ദക്ഷനോട് പറയുന്നത്, പിതാവേ, ഞങ്ങളാൽ ആശ്രയിക്കപ്പെട്ടിരിക്കുന്ന പദവികൾ നിങ്ങൾക്ക് ഇല്ല. യാതൊന്നുകൾ യജ്ഞശാലകളിൽ യജ്ഞത്തിലുള്ള അന്നങ്ങളാൽ തൃപ്തന്മാരായ ധൂമവർമാക്കളായ പ്രാണഭൃത്തുക്കളാൽ സ്തുതിക്കപ്പെടുന്നവയാകുന്നു. അവ്യക്തലിംഗ എന്ന് പറഞ്ഞാൽ അവ്യക്തമായിരിക്കുന്ന ലിംഗത്തോടു കൂടിയിരിക്കുന്നതായും അവധൂതന്മാർ സേവിക്കപ്പെടുന്നവയും അല്ല എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം വരുമ്പോൾ നമുക്കത് ക്ലിയർ ആവും എന്തൊക്കെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ പറയണു, ചിതാഭസ്മലേപനം ചെയ്തും നഗ്നനായും ഭൂതഗണങ്ങളോട് ചേർന്നും സഞ്ചരിക്കുന്നതിനാൽ ശിവന് ഭോഗസാമഗ്രികളില്ലെന്ന് ദക്ഷൻ ചെയ്ത അധിക്ഷേപത്തിന് സമാധാനം സൂചിപ്പിച്ചുകൊണ്ട് ശ്രീ ശിവൻ്റെ നിരതിശയാനന്ദ സ്വരൂപാനന്ദഭാവത്തെക്കുറിച്ച്, അത് ദഹിക്കും എല്ലാവർക്കും, നിരതിശയ ആനന്ദ സ്വരൂപാനുഭാവത്തെക്കുറിച്ച് പറയുന്നു. ഹേ പിതാവേ, അങ്ങയിലുള്ള സ്നേഹത്താൽ ഞാൻ പറയുന്നതിൽ മനസ്സിരുത്തണം. ഞങ്ങൾ അധിവസിക്കുന്ന പദവികൾ നിങ്ങൾക്കില്ല. ആർക്കില്ല? ദക്ഷനില്ല. നിങ്ങളുടെ പദവികൾ അല്പകാലം നിലനിൽക്കുന്നവയും പുനരാവൃത്തിയുള്ളവയുമാകുന്നു. യാഗന്നത്താൽ തൃപ്തിയടയുന്ന ദേഹാഭിമാനികൾ ആ പദവികളെ സ്തുതിക്കും. കാരണം എന്താ? അവർക്ക് അന്നം കിട്ടണമെങ്കിൽ യാഗാദികൾ വേണം. യാഗാനുഷ്ഠാനത്താൽ സിദ്ധിക്കുന്ന ആ ലോകങ്ങളിലേക്ക് ധൂമമാർഗത്തിൽ കൂടെ തന്നെ ഗമിക്കണം. ഞങ്ങൾ അനുഭവിക്കുന്ന നിരതിശയാനന്ദ പദവിയാകട്ടെ വ്യക്തമായ കാരണത്തോടു കൂടിയതല്ല. ഇച്ഛാമാത്രത്താൽ സ്വാനന്ദാനുഭൂതിയിൽ നിത്യതൃപ്തിയെ അവലംബിച്ചിരിക്കുന്ന ഞങ്ങളുടെ പദവിയെ ലൗകികങ്ങളായ ഭാര്യാപുത്രാദി തുച്ഛ വിഷയങ്ങളെ നിസ്സാരങ്ങളാക്കി കണ്ടതുകൊണ്ട് അവയെ ദൂരീകരിച്ചിരിക്കുന്ന പരമഹംസന്മാരായ അവധൂതന്മാർക്ക് മാത്രമേ അറിയാൻ കഴിയുള്ളൂ. അത് സാധാരണക്കാർക്ക് അറിയാൻ പറ്റില്ല. അതാ ലെവൽ ഏറ്റവും മേലെയാണ്, തുര്യാവസ്ഥയിലുള്ളതാണത്. അതിനാൽ ഞാൻ ഭോഗസമൃദ്ധിയുള്ളവൻ, ശ്രീരുദ്രനാകട്ടെ അതിദീനൻ, സുഖോപകരണങ്ങളൊന്നുമില്ലാത്തവൻ എന്ന് ഗർവിക്കേണ്ട. ഞങ്ങളുടെ
അങ്ങയുടെ ആ ധാരണ ശിവമാഹാത്മ്യം അറിയാത്തത് കൊണ്ടുണ്ടായിരിക്കുന്നതാണെന്ന് ധരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു മനസ്സിലാക്കി. സഭയിലാണ്, ഉറക്കെ പറയണം. 22ാമത്തെ ശ്ലോകം. ന ഏതേന ദേഹേന ഹരേ കൃതാഗസോ ദേഹോദ്ഭവേനാലമലം കുജന്മനാ വ്രീഡാമാം അഭൂത് കുജന പ്രസംഗതാ സ്തജ്ജന്മദിഗ്യോ മഹതാമവദ്യകൃത്. ഇതാണ് ശ്ലോകം. അപ്പോൾ പറയണു, ഹരനിൽ ശിവനിൽ ചെയ്യപ്പെട്ടിരിക്കുന്ന അപരാധത്തോടു കൂടിയ ദേഹത്തിൽ നിന്നുത്ഭവിച്ചിരിക്കുന്നതും കുൽസിതമായ ഉൽപ്പത്തി സ്ഥാനത്തോടു കൂടിയതുമായ ഈ ദേഹത്താൽ മതി കുൽസിത ജനസംബന്ധയാൽ എനിക്ക് ലജ്ജ സംഭവിച്ചു. അങ്ങയുടെ പെരുമാറ്റം എനിക്ക് ലജ്ജയെ പ്രദാനം ചെയ്തു എന്നാ പറഞ്ഞത്. യാതൊരുവൻ മഹാന്മാർക്ക് അപരാധം ചെയ്യുന്നവനോ അവനിൽ നിന്നുള്ള ജന്മം നിന്ദ്യനാകുന്നു. അങ്ങ് പ്രധാനിയാണ്, പക്ഷേ അങ്ങക്ക് വേണ്ടത്ര വകതിരിവില്ല. അപ്പം അങ്ങയിൽ നിന്ന് ജനിച്ചവള് എന്നത് ഒരപരാധമായിട്ട് ഞാൻ ഇപ്പോൾ കണക്കാക്കണമെന്നാണ് സതീദേവി ആ സഭയിൽ പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം എന്തിനധികം ചുരുക്കി പറയാം. എന്താത്? ഈ ശരീരത്തെ ഞാൻ ത്യജിപ്പാൻ തന്നെ നിശ്ചയിച്ചു. എന്തുകൊണ്ടെന്നാൽ ശ്രീ ശിവനെ നിന്ദിക്കുന്ന അങ്ങയുടെ ദേഹത്തിൽ നിന്നുണ്ടായതാണല്ലോ എൻ്റെ ഈ ശരീരം. കുൽസിതനായ അങ്ങയുടെ സംബന്ധം നിമിത്തം എനിക്ക് അവമാനം സംഭവിച്ചു. അപമാനമല്ല, അവമാനം എന്നാണത് കേട്ടോ. എനിക്ക് അവമാനം. യാതൊരുവൻ മഹാന്മാരെ നിന്ദിക്കുന്നുവോ അവനിൽ നിന്നുണ്ടായ ശരീരം ശ്ലാഘ്യമല്ല, അതിനാൽ ത്യാജ്യം തന്നെ. ഒരു കൺക്ലൂഷനിലെത്തിയവർ ആര്? സതീദേവി. അടുത്ത ശ്ലോകം 23, 24, 25 ഒക്കെ 4 ലൈനാണ് ഇട്ടുക. ഗോത്രം ത്വദീയം ഭഗവാൻ വൃഷധ്വജോ ദാക്ഷായണീത്യാഹയദാ സുധർമ്മനാം വ്യപേതനർമ്മസ്മിതമാശു തദ്യഹം വ്യുത്സൃക്ഷ്യ ഏതൽ കുണവം ത്വദംഗജം. അതിൻ്റെ അർത്ഥം, വാക്കാർത്ഥം പറഞ്ഞത്, ഐശ്വര്യപരിപൂർണനായ ധർമ്മസ്വരൂപൻ. ആര്? വൃഷധ്വജൻ. കാളപ്പുറത്ത് കയറുന്നതെന്നാണ് അതിൻ്റെ വാക്കാർത്ഥം വരിക. പക്ഷെ സത്യത്തിൽ അതിൻ്റെ ലക്ഷണാർത്ഥം എന്താ? ധർമ്മസ്വരൂപൻ. എപ്പോൾ ദാക്ഷായണി, ദക്ഷപുത്രി എന്ന് അങ്ങയെ സംബന്ധിച്ചിരിക്കുന്ന ഗോത്രത്തെ പറയുമോ അപ്പോൾ ഞാൻ മന്ദഹാസത്തോടു കൂടാതിരിക്കത്തക്ക വിധം, അതായത് എനിക്ക് ആനന്ദിക്കാനുള്ള ഒരു സന്ദർഭം ഇല്ലാതെ കണ്ടായി. കാരണം അങ്ങ് എൻ്റെ പതിയെ മാനിച്ചിട്ടില്ല. അതാണ് പരിഹാസത്തോട് കൂടാതിരിക്കത്തക്ക വിധം. അങ്ങനെയല്ല ഉണ്ടായത്. പരിഹാസത്തിന് പത്രിഭൂതം അവ ചെയ്തത്. ഇപ്പോൾ ദുഃഖിച്ചവളായിട്ട് ഭവിക്കും. അങ്ങയുടെ ശരീരത്തിൽ നിന്നുണ്ടായ ഈ ജഡത്തെ, ശവതുല്യമായ ശരീരത്തെ ഉപേക്ഷിക്കുന്നേന്നാണ് പറഞ്ഞത്. ഒരച്ഛന് ഇതിനേക്കാൾ വലിയ ഒരു അപരാധം എന്ന് വേണം പറയാൻ. ഒരു മൗഢ്യം ഉണ്ടാക്കുന്ന ഒരു കാര്യം വേറെയില്ല. അതാണ് ജീവിച്ചിരിക്കലും ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. അപ്പോൾ അതിൽ നിന്ന് ദക്ഷിണ മോക്ഷം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീരഭദ്രൻ അദ്ദേഹത്തിൻ്റെ തല എടുത്ത് ഹോമിച്ചു. പിന്നെ അവിടെ ആ ശരീരത്തിലൊരു തല വയ്ക്കണം. അതിനാണ് ആടിൻ്റെ തല വെച്ചത്. അപ്പോൾ ദാക്ഷായണി എന്നുള്ളതിൻ്റെ പിന്നെന്താണെന്നാ പറയുക, പൊരുത്തക്കേട് മാറി. അതും ഒരു അനുഗ്രഹമാണ്. ഭഗവാന്മാർ ചെയ്യണതൊക്കെ, ഈശ്വരന്മാർ ചെയ്യണതൊക്കെ അനുഗ്രഹം, ശിക്ഷയല്ല. ശിക്ഷയിൽ കൂടെ അനുഗ്രഹിക്കുക ചെയ്തത്. ഇനി അതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് കിടക്കുമ്പോൾ ഇവിടെ എൻ്റെ സമീപത്തു വന്നത് അപമാനഹേതുവായെങ്കിൽ ശിവസമീപത്തു തന്നെ ചേർന്നിരിക്കുകയല്ലേ നല്ലത് എന്ന് നിങ്ങൾക്ക് ചോദ്യം ഉന്നയിക്കാം. ശരീരത്യാഗം സാഹസമല്ലയോ എന്നുള്ള ശങ്കയെ പരിഹസിച്ചുകൊണ്ട് സ്വനിശ്ചയത്തെ പ്രബലപ്പെടുത്തി പറയണു. ഇനി ഞാൻ ഏതായാലും മടങ്ങിപ്പോണില്ല, എനിക്ക് ഈ അഡ്രസ്സ് വേണ്ട. അതുകൊണ്ട്
ഇവിടെ നിന്ന് ഭഗവത് സന്നിധിയിൽ പ്രവേശിച്ചാൽ സകല ഐശ്വര്യപരിപൂർണനും ധർമ്മസ്വരൂപനുമായ ശ്രീ ശിവൻ പരിഹാസമായിട്ടെങ്കിലും ദാക്ഷായണി എന്നുള്ള നാമധേയത്താൽ അങ്ങയുടെ ഗോത്രത്തിൽ ജനിച്ചവളെന്നുള്ള അഭിപ്രായത്തെ പ്രകാശിപ്പിക്കാതിരിക്കയില്ല. അപ്പോൾ എൻ്റെ മുഖത്ത് ഇതുവരെ ഉണ്ടായിരുന്ന മന്ദഹാസം തൽക്ഷണം നശിക്കും. അതാണ് ചേരണ്ടോടത്ത് ചേരൂ. പട്ടുനൂലും വാഴനൂലും ചേരില്ല. പട്ടുനൂലിൻ്റെ കൂടെ പട്ടുനൂല് ചേരും, വാഴനൂലിൻ്റെ കൂടെ വാഴനൂല് ചേരും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ വളരെ ക്ലേശിക്കുകയും ചെയ്യും. അതിനാൽ നിന്ദ്യനായ അങ്ങയിൽ നിന്ന് ഉത്ഭവിച്ചതായ ഈ ശരീരം ജീവിക്കുന്ന സമയത്തും ശവപ്രായം തന്നെ. അതിനാൽ ഒട്ടും താമസം കൂടാതെ ഇതിനെ ഉപേക്ഷിക്കുന്നേൻ എന്നാണ് വിളംബരം ചെയ്തത്. 24-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. ഇത്യുദ്ധരേ ദക്ഷമനുദ്യ ശത്രുഹൻ ക്ഷിതാവുദീചീം നിഷസാദശാന്ധവാക് സ്പൃഷ്ട്വാ ജലം പീതദുകൂലസംവൃത നിമീല്യ ദീർഘോഗപദം സമാവിശത്. അതിന് വാക്കാർത്ഥം പറയുമ്പോൾ ശത്രുക്കളെ സംഹരിച്ചിരിക്കുന്ന വിതുര, ശത്രുക്കളെ സംഹരിച്ചിരിക്കുന്ന വിതുര എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇവിടെ കാമക്രോധ മത മത്സര ലോഭ ഭയാദികളാകുന്ന തന്നിൽ വർത്തിക്കുന്ന ശത്രുക്കളെ നിഗ്രഹിച്ച ആളാണ് ആരെ? വിതുരരെ. അതുകൊണ്ടാണ് ഹസ്തിനപുരത്തുള്ള രാജകീയ പ്രൗഢിയോടുകൂടിയിട്ടുള്ള മന്ത്രി എന്നുള്ള സ്ഥാനം പുല്ലേ എന്ന് പറയുന്ന കൂട്ടത്തിൽ തൃണവൽക്കരിച്ച് തൻ്റെ മന്ത്രി പദവിയുടെ എന്താണ് പറയുക എംബ്ലമായിട്ടുള്ള തലപ്പാവും അംശവടിയും അവിടെ അഴിച്ചു വെച്ചു, എന്നിട്ട് ഇറങ്ങി വരിക ചെയ്തത്. അതുകൊണ്ടാണ് ഇവിടെ, അല്ലാണ്ട് ഇദ്ദേഹം ഒരു സ്ഥലത്തും വാൾപ്പയറ്റോ അസ്ത്രപ്രയോഗം ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ശത്രുക്കളെ സംസരിക്കുന്ന വിതുര. അപ്പം അക്ഷരാർത്ഥത്തോടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? പതനം സംഭവിക്കരുത്. നമ്മുടെ മനസ്സ് ഉയരണം. അപ്പോഴാണ് ഇതൊക്കെ ശരിയായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അപ്പോൾ അപ്പോൾ പറഞ്ഞു, ഇപ്രകാരം യാഗശാലയിൽ വെച്ച് ദക്ഷനോട് പറഞ്ഞിട്ട് ജലത്തെ സ്പർശിച്ചിട്ട് പീതവസ്ത്രത്താൽ ആച്ഛാദനം ചെയ്തവളും വാക്കിനെ അടക്കിയവളുമായിട്ട് നേത്രത്തെ അടച്ചിട്ട് യോഗമാർഗത്തെ ആശ്രയിച്ചു ഭൂമിയിൽ വടക്കോട്ട് നോക്കിയിട്ട് ഇരുന്നു. ഡെയിം ഭസ്മാവാണ്. പിന്നെ അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം നോക്കൂ. കാമക്രോധാദി വൃത്തികളാകുന്ന ശത്രുക്കളെ സംഹരിച്ചിരിക്കുന്ന ശാന്തഗുണവാനായ വിതുര, ഇതാണ് എനിക്കുള്ള പിന്നെ അവാർഡ് എന്ന് പറഞ്ഞാൽ ഈ പിന്നെ എന്താ പറയുക, ഈ ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനനോട് തട്ടിക്കോ അളിയന്മാരെ അല്ലെങ്കിൽ പിന്നെ ഏട്ടനെ ദുര്യോധനെ തട്ടിക്കോ എന്നല്ല പറഞ്ഞത്, ധർമാനുസാരം ജീവിക്കുക. അപ്പോൾ ധർമാനുസാരം ജീവിക്കുമ്പോൾ തന്നിക്ക് വരുന്ന കാമക്രോധ മത മത്സര ലോഭ ഭയാദികളെ ഹനിക്കണം. അത് വേറൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ചെയ്യാൻ പറ്റാവുന്നത് എന്നെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. എനിക്ക് വേറൊരാളെ നിയന്ത്രിക്കാൻ പറ്റില്ല. ആചാര്യനാണെങ്കിലും ശരി, അതിനിപ്പോൾ അമേച്ചറാണെങ്കിലും ശരി, പ്രൊഫഷണൽ ആണെങ്കിലും ശരി. ഇതിലെന്താ വ്യത്യാസമുള്ളൂ? അമേച്ചറാവുമ്പോൾ ധനാഗമനം ഉണ്ടാവില്ല, പ്രൊഫഷണൽ ആവുമ്പോൾ ധനാഗമനം ഉണ്ടാവും, പക്ഷേ ശാന്തി സമാധാനം ഉണ്ടാവില്ല. കാരണം എന്താ? ടെസ്റ്റിന് എതിരായിട്ടാണ് നമ്മൾ പെരുമാറുക. അപ്പോൾ എനിക്ക് സമ്പാദ്യം വേണ്ട, എനിക്ക് എന്തുണ്ടായാൽ മതി? ആത്മീയ നിർവൃതി ഉണ്ടായാൽ മതി. അത് എനിക്ക് ധാരാളം ഉണ്ട്, ഭഗവാൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ധനാഗമനം എന്നുള്ള ദക്ഷിണ എന്നുള്ളത് എനിക്ക് ആവശ്യമില്ല. അങ്ങനെയാണ്. അപ്പോൾ
എന്താ പറഞ്ഞത്? ശാന്തഗുണവാനായ ഉദര. ഇപ്രകാരം യാഗശാലയിൽ വെച്ച് ദക്ഷനോട് ദേഹത്യാഗത്തിൻ്റെ കാരണത്തെ പറ്റി പറഞ്ഞ സതീദേവി മൗനം ആശ്രയിച്ചു, ജലം സ്പർശിച്ചു, മഞ്ഞപ്പട്ടുടുത്തു. അതുകൊണ്ട് തന്നെ ദേഹത്തെ ആച്ഛാദനം ചെയ്തു, കണ്ണുകൾ അടച്ചു, സകല ഇന്ദ്രിയങ്ങളെയും അവയുടെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ചു. കണ്ണിന് നീ കാണണ്ട, ചെവിയോട് നീ കേൾക്കണ്ട, നാസാദ്വാരങ്ങൾ നീ മണക്കണ്ട, നാവിനോട് പറഞ്ഞു നീ ഇനി രസം അനുഭവിക്കണ്ട, ത്വക്കിനോട് പറഞ്ഞു നീ സ്പർശന സുഖം അനുഭവിക്കേണ്ട. അതുകൊണ്ടാണ് മഞ്ഞപ്പെട്ട് ആച്ഛാദനം ചെയ്തത് പരമശയിലെ. പിന്നെ മനസ്സിനെ ബുദ്ധിയിൽ അടക്കി, ബുദ്ധിയെ ബ്രഹ്മത്തിൽ അടക്കി. എന്നിട്ട് തൻ്റെ അപാനവായു പോകാവുന്ന ഗുദത്തെ, അങ്ങനെ പറയാം, അതിനെ കാലിൻ്റെ മടമ്പ് കൊണ്ട് അടച്ച് എല്ലാ പ്രാണനെയും ഒന്നായിട്ട് അഗ്നിയിൽ ലയിപ്പിക്കുകയാണ്, ഉള്ളിലുള്ള അഗ്നിയിൽ. അപ്പോൾ പിന്നെന്താ? ഒന്നുമില്ല. അതന്നെ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, മനസ്സിനെ ഏകാഗ്രമായി നിർത്തുന്നതായ യോഗമാർഗത്തെ ആശ്രയിച്ചു. യജ്ഞസദസ്സിൽ വെറും നിലത്ത് വടക്ക് ദിക്ക് നോക്കിയിരുന്നു. ഇനി എന്താ ഉണ്ടാവണമെന്ന് അടുത്ത ശ്ലോകം കൂടി പറയാം, നോക്കാം. അതോടുകൂടി നിർത്താം. ശ്ലോകം 25. കൃത്വാ സമാനാവനിലോ അവനിലോ ജിതാസന ആസനത്തെ ജയിക്കുക എന്ന് പറഞ്ഞാൽ സുഖാസനം എന്നർത്ഥം. സോദാനമുത്ഥാപ്യജ നാഭിചക്രധ, ഷടാധാരത്തെ ഭേദിച്ചുകൊണ്ട് ചക്രത. ശനൈർഹൃദി സ്ഥാപ്യ ധിയോരസി സ്ഥിതം കണ്ഠാൽ ഭ്രുവോർ മധ്യമനിന്ദിത അനയത്. പിന്നെ ഭ്രുവോർ മധ്യത്തിൽ, ഭ്രൂമധ്യത്തിൽ ദൃഷ്ടികൾ പതിപ്പിച്ച്, അങ്ങനെയാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ വാക്കാർത്ഥം ശ്രദ്ധിക്കാം. ആസനജയത്തെ പ്രാപിച്ചവളായിട്ട് രണ്ടു വിധങ്ങളായ വായുക്കളെ തുല്യങ്ങളായിട്ട് ചെയ്തിട്ട് നാഭിചക്രത്തിൽ നിന്ന് ഉദാനവായുവിനെ പുറപ്പെടുവിച്ചിട്ട് ഹൃദയത്തിൽ സ്ഥാപിച്ചിട്ട് മെല്ലെ മെല്ലെ ഉരസ്സിൽ നിൽക്കുന്ന ആ വായുവിനെ ബുദ്ധി കൊണ്ട് കണ്ഠത്തിൽ നിന്ന് പുരികങ്ങളുടെ മധ്യത്തെ പൂജയായ അവൾ വ്യാപിപ്പിച്ചു. അങ്ങനെയാണ് അതിൻ്റെ വാക്കാർത്ഥം ഭാവാർത്ഥം ശ്രദ്ധിച്ചോളൂ. യോഗത്തിലിരിക്കുന്ന ദേവിയുടെ ആസനത്തെയും പ്രാണായാമത്തെയും കാണിക്കുന്നു. ശരീരത്തിൽ നിന്ന് ജീവചൈതന്യം വേറിടുന്ന സമയത്തിലുണ്ടാവുന്ന വായുക്കളുടെ ചലനത്തെ ശരീരത്തിന് ചലനം നേരിടാതിരിക്കത്തക്ക വിധം, വറക്കൽ സംഭവിക്കാത്ത വിധം, അല്ലെങ്കിൽ വീഴാത്ത വിധം, അല്ലെങ്കിൽ ജീവശവമായാൽ ജീവൻ വിട്ടാൽ ശരീരം വീഴും. അപ്പോൾ ശരീരത്തിന് ചലനം നേരിടാതിരിക്ക വിധം ആസനത്തെ ഉറപ്പിച്ചു. സ്വസ്തികാസനത്തിൽ ഇരിക്കുമ്പോഴാണ് ഗുദം അടയ്ക്കാൻ പറ്റുള്ളൂ, പിന്നെ കുതികാലമുണ്ട്. ബദ്ധപാദ പത്മയായിരുന്നു എന്ന് സാരം. ബദ്ധപാദ പത്മ, അങ്ങനെ സ്വസ്തികാസനത്തിൽ ബദ്ധപാദ പത്മയായിരുന്നു എന്ന് സാരം. ഇന്ദ്രിയങ്ങളെ സ്വാധീനപ്പെടുത്തിയിരിക്കുന്ന പരമപൂജയായ ആ സതീദേവി അനന്തരം പ്രാണായാമം ആരംഭിച്ചിട്ട് എന്താ ഉണ്ടായത്? ഊർധ്വഗതിയോടുകൂടിയ പ്രാണവായുവിനെയും അധോഗതിയോടുകൂടിയ അപാനവായുവിനെയും, അതാണ് രണ്ട് വായുക്കളെയും കൂടി സന്നിവേശിപ്പിച്ചു എന്ന് പറയുണ്ടായി. അപ്പോൾ ഇൻഹെയിൽ ചെയ്യണതും എക്സൈൽ ചെയ്യണതിനും കൂട്ടിമുട്ടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അധോഗതിയോടുകൂടിയ അപാനവായുവിനെയും, കുറച്ച് വലിയ ടെസ്റ്റാട്ടോ ഇതിൻ്റെ അർത്ഥം, ഒരുമിച്ച് ചേർത്തി രണ്ടു ദിക്കുകളിലേക്കുള്ള ഗതികളെ നിരോധിച്ചു. മേപ്പെട്ടും പോവില്ല, കീഴ്പ്പെട്ടും പോവില്ല. ശരീരവ്യാപാരങ്ങളെ നടത്തുന്നവരിൽ വെച്ച് മുഖ്യമായിരിക്കുന്ന അവരെ, പ്രാണാപാനവായുക്കളെ, പ്രാണനെയും അപാനനെയും നാഭിസ്ഥാനത്തിലുള്ള മണിപൂരകം എന്ന ചക്രത്തിൽ നിലപ്പിച്ചു. നാഭിസ്ഥാനത്തിലുള്ള ഉദാനൻ എന്ന വായുവിനെ അവിടെ നിന്നുയർത്തി പ്രാണാപാനന്മാരെ ഉദാനനോട് കൂട്ടിപ്പിടിച്ചു.
3 വിധ വായുക്കളെയും ഏകരൂപമാക്കിയിട്ട് ഹൃദയത്തിലേക്ക് വ്യാപിച്ചു. ആ സ്ഥാനത്തിലുള്ള അനാഹതം എന്ന ചക്രത്തിൽ നിലപ്പിച്ചു. അവിടെ നിന്ന് കണ്ഠത്തിൻ്റെ അധോഭാഗത്ത് മാറിടത്തിൻ്റെ ഊർധ്വഭാഗത്തുള്ള വിശുദ്ധി ചക്രത്തിൽ നിർത്തി. ഒരു സയൻറ്റിഫിക് തിയറിയാണിത്. സയൻറ്റിഫിക്കാണ്, ഫിലോസഫിയാണ്, ശാസ്ത്രീയമാണ്. ഇതാണ് നമുക്ക് അന്യം വരുന്നത്, അന്യം നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ സാവധാനത്തിൽ പുരികങ്ങളുടെ മധ്യത്തിലുള്ള ആജ്ഞാചക്രത്തിലേക്ക് കൊണ്ടുചെന്ന് തനിക്ക് ഇരിപ്പാൻ ഉപയോഗിക്കുന്ന രഥത്തെ നടത്തുവാനറിയുന്ന മഹാരഥനായ യോദ്ധാവ് ആ രഥത്തിലിരുന്ന ഇഷ്ടമുള്ള സ്ഥലത്തിലേക്ക് ആ രഥസഹിതനായിട്ട് സഞ്ചരിക്കുന്ന പോലെ, കാറിലെ ഡ്രൈവർ എവിടെ ഉന്നം വയ്ക്കണോ ആ ദിക്കിലേക്കാണ് കാറ് പോവല്ലേ. മുതലാളി പറയുന്നതാണോ അല്ലയോ എന്നുള്ളത് വേറെ കാര്യം. ഇപ്പം മുതലാളി പറയുക ഇന്ന സ്ഥലത്ത് പോകണം, അവിടെ പോണ വഴിക്ക് ട്രാഫിക് ജാം ഉണ്ടെങ്കിൽ മുതലാളിക്ക് അറിയില്ല ഏത് വഴി കൂടെ പോകേണ്ടതെന്നുള്ളത്. ആർക്കറിയാം? ഡ്രൈവർക്കറിയാം. അപ്പോൾ സതീദേവിക്ക് അറിയാം തൻ്റെ ശരീരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. നമുക്കറിയില്ല. നമ്മളിത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ആവില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, രഥസഹിതനായിട്ട് സഞ്ചരിക്കുന്നത് പോലെ ജീവചൈതന്യത്തിൻ്റെ ഇരിപ്പിടമായ പ്രാണാദിവായുക്കളെ ശരീരസ്ഥാനങ്ങളിൽ സഞ്ചരിപ്പിക്കുവാനും ഇഷ്ടമുള്ളപ്പോൾ ആ വായുക്കളോടുകൂടെ സ്ഥൂലദേഹം വിട്ടുപോവാനും യോഗിക്ക് സാധിക്കുമെന്നുള്ളത് യോഗമാഹാത്മ്യത്തെ യോഗേശ്വരി വെളിപ്പെടുത്തുന്നു. സതീദേവി ആരാണ്? യോഗേശ്വരിയാണ്. മൂലാധാരം, സ്വാധിഷ്ഠാനം, അനുപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നു പേരുള്ള 6 ചക്രങ്ങൾ സ്ഥാനങ്ങളാകുന്നു. ഇവിടെ ഈ 6 സ്ഥാനം മർമ്മപ്രദേശങ്ങളാണ്. അവിടെ ഇടി കൊണ്ട നമ്മൾ മരിച്ചു വീഴും. അപ്പോൾ പറയണു, മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നു പേരുള്ള 6 ചക്ര ജീവസ്ഥാനങ്ങളാകുന്നു. ഒരു സ്ഥാനത്തിൽ നിന്ന് പുറപ്പെട്ടാൽ മറ്റൊരു സ്ഥാനത്തിൽ ചെന്ന് വിശ്രമിക്കും. ഇരുന്നു പോവാനുള്ള വാഹനം പ്രാണാദിവായുക്കളാകുന്നുവെന്നുള്ള യോഗ സമ്പ്രദായത്തെ അല്പാൽപ്പം വിശദമാക്കിയിരിക്കുന്നു. സാക്ഷാൽ ജഗദംബികയായ സതീദേവിക്ക് സഹജമാകുന്നു എന്ന് പറഞ്ഞത് അർത്ഥം ഈസിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെ ഗൗരവമുള്ള ഭാഗവതത്തെ നമ്മൾ അറിഞ്ഞു എന്ന് പറയണത് തന്നെ ഒരു അപരാധമാണ്. മനസ്സിലായില്ലേ? നമുക്കറിയില്ല, അറിയാൻ ശ്രമിച്ചില്ല. നമ്മൾക്ക് ഇതിനെ തൊട്ടു തലയിൽ വയ്ക്കാൻ അറിയാം, പക്ഷേ അതിൻ്റെ എന്താണെന്നാ പറയുക, സീരിയസ്നെസ് എത്രത്തോളം വേണം എന്നുള്ളത് അറിയുന്നത് വളരെ ദുർലഭമാണ്. എങ്ങനെയായാലും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം എല്ലാവരിലും എത്തട്ടെ എന്ന് ആശംസിക്കുന്നതിനോടൊപ്പം ഓരോരുത്തരുടെയും പ്രാർത്ഥന ലോകാസമസ്ത സുഖിനോഭവന്തു ആയിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.